ഹലോ മക്കളെ, ടീച്ചർ എന്ന് വന്നിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് എടുക്കുന്നത്. അതില് 5th ചാപ്റ്ററായ ദ എർത്ത് മിത്ത് ആൻഡ് റിയാലിറ്റി എന്ന് പറഞ്ഞ ഈ ഭാഗമാണ് എടുക്കുന്നത്. ആ ഭാഗത്തിലെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ കേട്ടോ. നോക്കാം എന്താണ് വേർ ഓൺ എർത്ത് ആം ഐ, എന്താണ് ഭൂമിയിൽ ഞാൻ എവിടെയാണ്. നിങ്ങൾക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും അല്ലെ, ഭൂമി എന്താണ് റൗണ്ട് ആണല്ലോ, അപ്പൊ ഭൂമിയിൽ നമ്മൾ എവിടെ ഇരിക്കുന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ എവിടെയാണ് നമ്മൾ ഉള്ളതെന്നാണ് അല്ലെ. നോക്കാം. ഹാവ് യു എവർ തോട്ട് അബൌട്ട് യുവർ പൊസിഷൻ ഓൺ എർത്ത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, തോന്നിയിട്ടുണ്ടോ ഈ എർത്തില് എവിടെയാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അല്ലെ? ഇത്രയും വലിയ ഈ ഭൂമിയിൽ നിങ്ങൾ എവിടെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? യുവർ ആൻസർ മേ ബി ഇൻ ഏഷ്യ, ഇൻ ഇന്ത്യ, ഇൻ കേരള ആൻഡ് സോ ഓൺ. ചിലപ്പോൾ നിങ്ങളെ ആൻസർ എന്തായിരിക്കും ഏഷ്യ വൻകരയില്, അല്ലെങ്കിൽ ഏഷ്യ കോണ്ടിനെന്റില്, ഇന്ത്യയില്, കേരളത്തിൽ എന്നിങ്ങനെയൊക്കെ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം നൽകാം അല്ലെ. There are exact location for each and every feature or place on earth. It is determined on the basis of certain measurement. എന്താണ് നമുക്ക് ഭൂമിയിൽ ഓരോ വസ്തുവിനും പ്രദേശത്തിനും കൃത്യമായ സ്ഥാനങ്ങളുണ്ട്. സ്ഥാനനിർണയം നടത്തുന്നതാകട്ടെ ചില അളവുകളുടെ അടിസ്ഥാനത്തിലുമാണ് കേട്ടോ. നമ്മളെ സ്ഥാനനിർണയം നടത്തുന്നത് എന്താണ്, ചില സർട്ടൻ മെഷർമെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മള് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത്, നമ്മളെ ലൊക്കേഷൻ, എക്സാക്ട് ലൊക്കേഷൻ എവിടെയാന്നുള്ളതൊക്കെ നടത്തുന്ന എവിടെയാണ്, ചില അളവുകളുടെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. Let us see how the location of a feature or a place is determined. എന്താണ് ഒരു വസ്തുവിന്റെയോ പ്രദേശത്തിന്റെയോ സ്ഥാനം നിർണ്ണയിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാന്നുള്ളത്. Try to note down the position of your seat in the classroom. എന്താണ് ക്ലാസ് മുറിയിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനം ഒന്ന് എഴുതി നോക്കൂ. Try to note down the position of your seat in the classroom. Note down the position of each student with reference on to the tables in the class. എന്താണ് ക്ലാസ് മുറിയിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനം എഴുതി നോക്കുക. ക്ലാസ്സിലെ മേശ അടിസ്ഥാനമാക്കി ഓരോ കുട്ടിയും ഇരിക്കുന്ന സ്ഥാനം എഴുതുക. എങ്ങനെയാണ്? For example, who sits third on the second bench right to the table. എന്താണ് ഉദാഹരണമായി മേശയുടെ വലതു ഭാഗത്ത് രണ്ടാമത്തെ ബെഞ്ചിൽ മൂന്നാമതിരിക്കുന്ന കുട്ടി ആരാണ്? അങ്ങനെയൊക്കെ സ്ഥാനം നമുക്ക് പറയല്ലേ അല്ലെ. എന്താണ് രണ്ടാമത്തെ ബെഞ്ചിൽ മൂന്നാമത്തെ കുട്ടി അല്ലെ, ടേബിളിന്റെ വലതു ഭാഗത്ത് അല്ലെ, റൈറ്റ് ഭാഗത്ത് എന്താണ് രണ്ടാമത്തെ ബെഞ്ചിൽ മൂന്നാമത്തെ ഇരിക്കുന്ന കുട്ടി ആരാന്നൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ എന്താണ് സ്ഥാന നിർണയം നടത്താറുണ്ട് അല്ലെ. ഇനി ഇവിടെ നോക്കിയേ ഈ ബോക്സിലുള്ളത്. Do you know who first attempted to find out the size of the earth? നിങ്ങൾക്കറിയോ ഭൂമിയുടെ വലിപ്പം കണ്ടെത്തുവാൻ ആദ്യമായി ശ്രമിച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയോ? ഇയാളാണ് കേട്ടോ. ആരാണ്? solely based എന്താണ് solely based on the angle of incidence of the sun's rays, Eratosthenes. The Greek philosopher calculated the circumference of the earth to be 250,000 stadia, the then commonly used unit for distance in Greece, which is surprisingly close to its real circumference. Remember that there was no modern means to measure the same during that period. എന്താണ് പറഞ്ഞിരിക്കുന്നത് മക്കളെ? BC 3ാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് തത്വചിന്തകനായ ഇറാത്തോസ്തനീസ് സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിന്റെ കോണളവിനെ മാത്രം ആശ്രയിച്ചാണ് ഭൂമിയുടെ ചുറ്റളവ് 2,50,000 സ്റ്റേഡിയ, 2,50,000 സ്റ്റേഡിയ. ഈ സ്റ്റേഡിയ എന്ന് പറയുന്നത് ഗ്രീസിൽ അക്കാലത്ത് ദൂരം അളക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു യൂണിറ്റ് ആയിരുന്നു അല്ലെ എന്ന് ഇയാൾ കണ്ടെത്തിയത് അല്ലെ. ഭൂമിയുടെ യഥാർത്ഥ ചുറ്റളവിനോട് ഏകദേശം അടുത്ത് നിൽക്കുന്ന ഈ കണക്ക് അദ്ദേഹം കണ്ടെത്തിയത് ഇന്നത്തെ പോലെ സംവിധാനങ്ങൾ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിലാണെന്ന് ഓർക്കണം. ഇയാള് എന്താണ് ഈ സൂര്യരശ്മികൾ, സൺറൈസ് വെച്ചിട്ടാണ് അയാൾ ഇറാത്തോസ്തനീസ് ഉണ്ടാക്കിയത്. ഈ ഭൂമിയുടെ എന്താണ് ഭൂമിയുടെ ചുറ്റളവ് 2,50,000 സ്റ്റേഡിയാണ് കണ്ടുപിടിച്ചത് അല്ലെ. ഇന്നത്തെ കാലത്ത് എന്താണ് ഇന്നത്തെ കാലത്തുള്ള ഒരു സംവിധാനവും ഇല്ലായിരുന്നു അന്ന് അല്ലെ. അത്രയും മുന്നെയാണ് എന്താക്കിയത് ഇയാള് ഈ ഭൂമിയുടെ ചുറ്റളവ് ഇത്രയാന്ന് അയാള് പറഞ്ഞത് അല്ലെ. ആരാണ്? ഇറാത്തോസ്തനീസ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞു നോക്കുക കേട്ടോ, പറഞ്ഞാലേ നമ്മളെ വായിൽ കിട്ടുള്ളൂ. ഓക്കെ, ഇനി നോക്ക് നമുക്ക് let us play and learn. എന്താണ് let us play? നമുക്ക് കളിക്കാം, പഠിക്കാം. We can play an interesting game with a board with named grids and button as shown in the figure 5.1.
Two students can sit on either side of the board. Let player A name a cell, for example B3. If the player B places the button on the exact cell, he or she gets 1 point. Now you can switch roles. Player A can also score a point by placing the button correctly. Each student can have 10 attempts. Make sure that the grids are located in a stipulated time. എന്താണ് ഇവിടെ പറയുന്നത്? നമുക്ക് സ്ഥാനം നിർണ്ണയിക്കുന്ന കളിയാണ് കേട്ടോ. എങ്ങനെയാണ് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ, ഈ ചിത്രത്തിൽ 5:1 ഈ ചിത്രം 5:1 കാണുന്നത് പോലെ എന്താണ് കളങ്ങൾക്ക് പേര് നൽകിയിട്ടുള്ള ഒരു ബോർഡും ഒരു ബട്ടണും ഉണ്ടെങ്കിൽ നമുക്ക് രസകരമായ ഒരു കളി കളിക്കാം. രണ്ട് കൂട്ടുകാർ ബോർഡിന് ഇരുവശത്ത് ഇരിക്കണം. രണ്ട് കുട്ടികൾ എന്താ ബോർഡിന് ഇരുവശത്ത് ഇരിക്കുക, രണ്ട് സൈഡിലായിട്ട് ഇരിക്കുക. ബോർഡിലെ ഏതെങ്കിലും ഒരു കളത്തിന്റെ പേര് ഒരു കുട്ടി പറയട്ടെ. ഓക്കെ, ബോർഡിലെ ഏതെങ്കിലും ഒരു കളത്തിന്റെ പേര് ഒരു കുട്ടി പറയട്ടെ. ഉദാഹരണം B3 എന്ന് പറയാം. അപ്പൊ ആ പോയിന്റ് ഇട്ടതാണ് B3. ആ റെഡ് കളർ കാണുന്നില്ലേ, അതാണ് B3 അല്ലെ. അപ്പോൾ രണ്ടാമത്തെ കുട്ടി തന്റെ കൈവശമുള്ള ബട്ടൺ ആ കളത്തിൽ കൃത്യമായി വെക്കുകയാണെങ്കിൽ ഒരു പോയിന്റ് നേടാം. ഇനി രണ്ടാമത്തെ കുട്ടിയുടെ അവസരമാണ് അല്ലെ. ഇതുപോലെ ഇഷ്ടമുള്ള കളത്തിന്റെ പേര് പറയണം. അപ്പൊ ആ കുട്ടി എന്താണ് പറയാ? ഇപ്പം C2 എന്ന് പറയുകയാണെങ്കിൽ എവിടെ വെക്കും? ആ മുകളിൽ അല്ലെ. എവിടെ വെക്കും കുട്ടികളെ? C2 പറയുമ്പോ ഇവിടെ ആയിട്ട് വെക്കും അല്ലെ. C2 ഇവിടെ വെക്കും, ഇവിടെ ആയിട്ട് വെക്കും അല്ലെ. സീന്റെ നേരെയായിട്ട്, സോറി C2 ഇല്ല, 2 അവിടെ അല്ലെ. അപ്പൊ C2 ഇവിടെ ആയിട്ട് വെക്കും അല്ലെ. C2 ഇവിടെ വെക്കും അല്ലെ. ഇനി മറ്റേ കുട്ടി പറയാണ് D1 എന്ന് പറയുകയാണെങ്കിൽ D1 ഇവിടെ വെക്കും അല്ലെ. പിന്നെന്താണ് A4 പറയുകയാണെങ്കിൽ A4 ഇവിടെ വെക്കും അല്ലെ. അങ്ങനെ കുട്ടി കറക്റ്റ് ആയിട്ട് കളിക്കുക. എന്താണ് ഓരോരുത്തരും ഇങ്ങനെ പറയുമ്പോൾ കറക്റ്റ് വെച്ചാൽ പോയിന്റ് ഒരുക്കുന്നുള്ളൂ അല്ലെ. പിന്നെ എന്താണ് ഒന്നാമത്തെ കുട്ടിയും കൃത്യമായ കളം കണ്ടെത്തി ബട്ടൺ വെക്കുകയാണെങ്കിൽ ഒരു പോയിന്റ് നേടാം അല്ലെ. ഇങ്ങനെ ഓരോരുത്തർക്കും 10 അവസരങ്ങൾ വീതം നൽകാം. കളം കണ്ടെത്തുന്നതിന് സമയ കൃത്യത പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലെ. അപ്പൊ ഇങ്ങനെ കളിച്ചാൽ നിങ്ങൾക്ക് എന്താണ് നമ്മൾക്ക് അതിന്റെ സ്ഥാനം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള കളിയാണ് ഇത് കളിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയൊക്കെ കളിച്ചു നോക്കാം കേട്ടോ. How can we find out the position of a thing or a region on this spherical and extensive earth? Is it by drawing line? എന്താണ് ഈ ഗോളാകൃതിയിലുള്ളതും അതിവിശാലവുമായ ഭൂമിയിൽ നാം എങ്ങനെ ഒരു പ്രദേശത്തിന്റെ വസ്തുവിന്റെ സ്ഥാനം കണ്ടെത്തും? കളങ്ങൾ വരച്ചിട്ടാണോ? See the figure of the ball given 5.2. Figure 5.2 how can you describe the location of the picture pasted on it? നോക്കിയേ, നൽകിയിട്ടുള്ള പന്തിന്റെ ചിത്രം 5.2 നോക്കൂ. പന്തിൽ ഒട്ടിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ സ്ഥാനം എവിടെയാണെന്ന് എങ്ങനെ പറയും? എവിടെ നമ്മൾ പറയും? ഇപ്പൊ ഈ പന്ത്, ഈ ബോൾ എന്താണ്, ഈ സ്റ്റിക്കർ, ഈ വണ്ടീന്റെ ചിത്രം ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ അതിന്റെ സ്ഥാനം പറയാൻ പറ്റും? അതിന്റെ ലൊക്കേഷൻ എങ്ങനെ പറയാൻ പറ്റും മക്കളെ? at the top മുകളിൽ നിന്ന്, at the bottom താഴെ, in the middle എന്താണ് മധ്യഭാഗത്ത്, along the edge എന്താ അരികിൽ. എങ്ങനെ നമ്മൾ പറയാത്? None of the above answers are correct as the shape of the balls is spherical അല്ലെ. പന്തിന് ഗോളാകൃതി ആയതിനാൽ ഈ ഉത്തരങ്ങൾ ഒന്നും തന്നെ കൃത്യമല്ല അല്ലെ. ഇതൊന്നും ടോപ്പിലാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ, ഭൂമി കുറച്ചും കൂടെ തിരിച്ചത് താഴെയായി പോയില്ലേ. അപ്പൊ എന്താണ് നമുക്ക് പന്തിന് ഈ ഗോളാകൃതി ആയതിനാൽ ഈ ഉത്തരങ്ങൾ ഒന്നും തന്നെ കൃത്യമല്ല അല്ലെ. How can we determine the exact location? Shall we try drawing vertical and horizontal lines on the ball? അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇപ്പൊ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാനാവുക? പന്തിന്റെ കുറുകയും നെടുകയും വരകൾ വരച്ചു നോക്കിയാലോ. നമുക്ക് എന്താണ് ഹോറിസോണ്ടൽ ആയാലും വെർട്ടിക്കൽ ആയിട്ടും എന്താണ് ഈ ബോളിന് ഒരു ലൈൻ വരച്ചു നോക്കാം. ഇനി അങ്ങനെ വരച്ചു, കണ്ടോ ഈ ചിത്രത്തിൽ അങ്ങനെ വരച്ചു അല്ലെ. Look at figure 5.3 and try to find out the position of the picture on the ball with the help of the lines drawn. എന്താണ് ചുവടെ നൽകിയുള്ള ചിത്രം 5.3 അല്ലെ. ഇത് ശ്രദ്ധിക്കുക. പന്തിലെ ചിത്രത്തിന്റെ സ്ഥാനം ഇതിലെ വരകളുടെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കാൻ ശ്രമിച്ചു നോക്കിയ പന്തിന്റെ വരകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താക്കാൻ പറ്റും? ഇപ്പം ആ ചിത്രത്തിന്റെ സ്ഥാനം എവിടെയാന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അതേപോലെ തന്നെ ലൈൻസ് ഓൺ ദ എർത്ത്, കണ്ടോ ഭൂമിയിലും വരകൾ. നിങ്ങൾ ഗ്ലോബിൽ കണ്ടിട്ടുണ്ടാവില്ലേ ഇങ്ങനെ ഈ വരകളൊക്കെ കണ്ടിട്ടുണ്ടോ? ഗ്ലോബിൽ നോക്കുക കേട്ടോ, അങ്ങനത്തെ വരകളൊക്കെ ഉണ്ടാവും. ഈ ഗ്ലോബിൽ തന്നെ കണ്ടില്ലേ ഈ വരകളൊക്കെ കണ്ടില്ലേ. നമുക്ക് എക്സാക്ട് ലൊക്കേഷൻ കണ്ടുപിടിക്കാനാണ് ഇതിലെ. The location of any region on the earth can be determined based on such lines. Let us see how. എന്താണ് ഭൂമിയിലെ ഏതൊരു പ്രദേശത്തിന്റെയും സ്ഥാനം ഇത്തരം വരകളുടെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കുക അല്ലെ. അപ്പൊ ഭൂമിയിലെ ഏതൊരു പ്രദേശത്തിന്റെ സ്ഥാനം എന്താണ് ഇത്തരം വരകളുടെ
അളവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നിർണ്ണയിക്കാം. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. These lines are drawn at exact angular measurement on the spherical surface. ഈ വരകൾ ഓരോന്നും കൃത്യമായ കോണീയ അളവുകളുടെ അടിസ്ഥാനത്തിലാണ് ഗോളോപരിതലത്തിൽ വരച്ചിട്ടുള്ളത്. ഈ വരകളൊക്കെ എന്താണ്? ഈ കൃത്യമായ എന്താണ്? എക്സാക്ട് ആംഗുലർ മെഷർമെന്റ്സിലാണ് കേട്ടോ. കോണീയ അളവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ഈ സ്ഫെറിക്കൽ സർഫസിൽ വരച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദ ആംഗുലർ മെഷർമെന്റ് ഓഫ് എ സർക്കിൾ? അങ്ങനെയാണെങ്കിൽ ഒരു വൃത്തത്തിന്റെ കോണളവ് എത്രയാണ്? ഒരു വൃത്തത്തിന്റെ കോണളവ് എത്രയാണ് മക്കളെ? എത്രയായിരിക്കും? നിങ്ങൾ പഠിച്ചതാണ്. ഓക്കെ. Observe figure 5.4. Can you see the vertical and horizontal lines marked on the globe? എന്താണ് ഇവിടെ ചിത്രം 5.4 നിങ്ങൾ കാണുന്നില്ലേ? വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻസ് മാർക്ക് ഓൺ ദ ഗ്ലോബ്. ഒരു ഗ്ലോബിൽ നെടുകയും കുറുകയും ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും വരകൾ വരച്ചിരിക്കുന്നത് കണ്ടില്ലേ? The vertical lines are called longitudes and horizontal lines are latitudes. അപ്പൊ എന്താണ് വെർട്ടിക്കൽ ലൈൻസ്? എന്താണ് നെടുകെ കാണുന്ന വരകൾ എന്താണ്? വെർട്ടിക്കൽ ലൈൻസിനെ ലോഞ്ചിറ്റ്യൂഡ് എന്നും വെർട്ടിക്കൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ? താഴോട്ടേക്കുള്ള ഈ ലൈൻസിനെ എന്താണ്? ലോഞ്ചിറ്റ്യൂഡ് എന്നും പിന്നെ ഹോറിസോണ്ടൽ ലൈൻസ് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് സൈഡിലോട്ട് പോകുന്ന സൈഡിലോട്ട് പോകുന്ന ഈ ലൈൻസിനെ ലാറ്റിറ്റ്യൂഡ് എന്നും പറയും. ഓക്കെ. എന്താണ്? വെർട്ടിക്കൽ ലൈൻസ് ആർ കോൾഡ് ലോഞ്ചിറ്റ്യൂഡും ഹോറിസോണ്ടൽ ലൈൻസ് ആർ കോൾഡ് ലാറ്റിറ്റ്യൂഡ്സ് എന്നും പറയും. ഓക്കെ. സച്ച് ലൈൻസ് ഷോൺ ഓൺ ദ ഗ്ലോബ്സ് ആൻഡ് മാപ്സ് ആർ ഇമാജിനറി ലൈൻസ്. എന്താണ്? ഗ്ലോബിലും ഭൂപടത്തിലും ഒക്കെ കാണുന്ന ഈ രേഖകൾ നമുക്ക് എന്താ? ഒരു സാങ്കല്പിക ഇമാജിനറി ലൈൻസ് ആണ് കേട്ടോ. നമ്മളൊരു ഇമാജിനറി ലൈൻസ് ആക്കി വരയ്ക്കുന്നതാണ് കേട്ടോ. ഇനി എന്താണ് ലാറ്റിറ്റ്യൂഡ്സ് നോക്കാം നമുക്ക്. ലാറ്റിറ്റ്യൂഡ് അക്ഷാംശ രേഖകൾ എന്നൊക്കെ പറയും. അക്ഷാംശ രേഖകൾ എന്ന് പറയും. ലാറ്റിറ്റ്യൂഡ്സ് is the angular distance to any point on the surface of earth from the center. By joining the same angular distance we get the lines of latitude. എന്താണ്? ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന്, അതായത് ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആംഗുലർ ഡിസ്റ്റൻസ് ടു എനി പോയിന്റ് ഓൺ ദി സർഫേസ് ഓഫ് ദ എർത്ത് ഫ്രം ദ സെന്റർ അല്ലെ. സെന്ററിൽ നിന്ന് എന്താണ്? സർഫേസ് ഓഫ് ദ എർത്തിലെ ഓരോ പോയിന്റിലേക്കുമുള്ള എന്താണ്? ആംഗുലർ ഡിസ്റ്റൻസിനെയാണ് എന്ത്? ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. കേട്ടോ? ഒന്നും കൂടി കേട്ടോ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മള് ഈ സെന്ററിൽ നിന്ന് സർഫേസ് ഓഫ് എർത്തിലേക്കുള്ള എന്താണ്? ഓരോ പോയിന്റിലേക്കുമുള്ള, അതായത് സെന്ററിൽ നിന്ന് സർഫേസ് ഓഫ് എർത്തിലെ ഓരോ പോയിന്റിലേക്കുമുള്ള ആംഗുലർ ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഒന്നുകൂടി പറഞ്ഞുതരാം. സെന്ററിൽ നിന്ന്, ഭൂമിയുടെ സെന്ററിൽ നിന്ന് പിന്നെന്താണ്? സർഫേസ് ഓഫ് എർത്തിലെ ഓരോ പോയിന്റിലേക്കുമുള്ള ആംഗുലർ ഡിസ്റ്റൻസിനെയാണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ബൈ ജോയിനിങ് ദ സെയിം ആംഗുലർ ഡിസ്റ്റൻസ് വി ഗെറ്റ് ദ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ്. എന്താണ്? ഇത്തരത്തിലുള്ള ഓരോ ആംഗുലർ ഡിസ്റ്റൻസിനും തമ്മിൽ യോജിപ്പിച്ചാൽ എന്തുണ്ടാവും? ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ്. ഓക്കെ. ലാറ്റിറ്റ്യൂഡ്സ് ലൈനുകൾ ഉണ്ടാവും. അപ്പൊ എന്താണ്? എർത്ത് സെന്ററിൽ നിന്ന് ഭൂമിയുടെ സർഫസിലേക്കുള്ള ഓരോ പോയിന്റിനെയും എന്താണ്? സെന്റർ എന്ന് പറയുമ്പോ ഏതാണ്? ലാറ്റിറ്റ്യൂഡ് അല്ലെ? ലാറ്റിറ്റ്യൂഡ് അല്ലേ? അപ്പൊ എന്താണ്? ഇത് കേന്ദ്രമായിട്ട്, അതായത് സെന്ററിൽ നിന്ന് ഭൂമിയുടെ സർഫസിലേക്ക് എന്താണ്? ഓരോ പോയിന്റിനെയും എന്താണ്? ഓരോ പോയിന്റിലേക്കുമുള്ള ഈ ആംഗുലർ ഡിസ്റ്റൻസിനെ, ഈ ആംഗുലർ ഡിസ്റ്റൻസിനെ എന്ത് പറയുന്നത്? ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെന്താണ്? ഈ ലാറ്റിറ്റ്യൂഡ്സ്, അതായത് ഇവിടുന്ന് ഓരോ പോയിന്റുകൾ ഉണ്ടാവും. ഓക്കെ. ഓരോ പോയിന്റ് അല്ലെ? ആ പോയിന്റുകളൊക്കെ എന്താ? യോജിപ്പിച്ചാൽ എന്ത് കിട്ടും? ലാറ്റിറ്റ്യൂഡ്സ് ലൈൻസ് കിട്ടും. ഓക്കെ. ഇവിടുന്ന് ഈ സെന്ററിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഒരു ഡിസ്റ്റൻസ് ഇങ്ങനെ ഓരോ ഡിസ്റ്റൻസ്. ഇനി ഈ ഡിസ്റ്റൻസ് എന്താക്കുക? കറക്റ്റ് ആയിട്ട് എന്താക്കുക? ലൈൻസ് വരയ്ക്കുക. അപ്പൊ ഒരു ഇത് കിട്ടി, ലാറ്റിറ്റ്യൂഡിന്റെ ഒരു ലൈന്. പിന്നെ ഇതിന്ന് ഇത് കിട്ടിയ കറക്റ്റ് ആയിട്ട് വട്ടം വരയ്ക്കുക അല്ലെ? അപ്പൊ അടുത്ത ലാറ്റിറ്റ്യൂഡ് ലൈൻസ് കിട്ടില്ല. അങ്ങനെ കിട്ടും കേട്ടോ. അതാണ് എന്ത്? ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി നോക്കാം ആക്സിസ് എന്താന്നുള്ളത്. ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അച്ചുതണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് നിങ്ങള്? അതാണ് കേട്ടോ. നോക്കാം നമുക്ക്. അച്ചുതണ്ടാണ് അല്ലെ? ഇത് നോർത്ത് പോൾ ആണ് കേട്ടോ. ഭൂമിന്റെ എർത്തിന്റെ നോർത്ത് പോൾ ആണ്. ഇത് സൗത്ത് പോൾ ആണ്. ഓക്കെ. നോർത്ത് പോൾ, സൗത്ത് പോൾ. ഓക്കെ. ആക്സിസ് എന്താ നോക്കാം. ഇൻസേർട്ട് എ സ്ട്രെയിറ്റ് പോൾ ത്രൂ ദ സെന്റർ ഓഫ് എ ബോൾ ആൻഡ് ലെറ്റ് ഇറ്റ് സ്പിൻ.
This pole is the axis of the ball. Imagine there is a straight pole passing through the center of the earth. This imaginary line is the axis of the earth. The earth rotates on this tilted axis. എന്താണ് ഒരു പന്തിന്റെ മിഡിൽ കൂടി ഒരു വടി കടത്തി പന്തിനെ ഒന്ന് കറക്കി നോക്കിയേ. ഈ വടിയാണ് എന്ത് പന്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആക്സിസ് അല്ലെ, അതിന്റെ അച്ചുതണ്ട് എന്ന് പറയുന്നത്. ഇതുപോലെ ഭൂമിയുടെ എന്താണ് സെന്ററിൽ നിന്ന് കേന്ദ്ര ഭാഗത്ത് കൂടി കടന്നു പോകുന്ന ഈ വടി ഉണ്ടല്ലോ, ദണ്ട് ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഈ സാങ്കല്പിക ദണ്ടാണ് ഈ ഇമാജിനറി എന്താണ് ഇമാജിനാണ് എന്ത് പറയുന്നത്, സാങ്കല്പിക ദണ്ടാണ് എന്ത് ഭൂമിയുടെ അച്ചുതണ്ട്, ആക്സിസ് എന്ന് പറയുന്നത്. ഈ അച്ചുതണ്ടിനെ ഈ ആക്സിസിനെ അടിസ്ഥാനമാക്കിയാണ് എന്ത് ഭൂമി സ്വയം കറങ്ങുന്നത് അല്ലെ. ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നില്ല, സ്വയം ടിൽറ്റഡ് ആക്സിസ് ആണല്ലേ സ്വയം കറങ്ങുന്നത് അല്ലെ. അപ്പൊ എന്താന്ന് മനസ്സിലായില്ല, ഒരു പന്തിന്റെ മധ്യഭാഗത്ത് കൂടി എന്താണ് ഒരു വടി കടത്തി പന്തിനെ അത് ഒന്ന് കറക്കി നോക്കുക അല്ലെ. ഈ ദണ്ടാണ് എന്ത് പന്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് അല്ലെ. ഇതുപോലെ ഭൂമിയുടെ കേന്ദ്ര ഭാഗത്ത് കൂടി കടന്നു പോകുന്ന ഒരു ദണ്ട് ഉണ്ടെന്ന് സങ്കല്പിച്ചിട്ട് ഈ സാങ്കല്പിക ദണ്ടാണ് എന്ത് ഭൂമിയുടെ ആക്സിസ്, അച്ചുതണ്ട്. ഈ അച്ചുതണ്ടിനെ അടിസ്ഥാനമാക്കിയാണ് എന്ത് ഭൂമി സ്വയം കറങ്ങുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ നോർത്ത് പോൾ സൗത്ത് പോൾ അല്ലെ. നോർത്ത് എന്ന് പറയുമ്പോ മുകൾ ഭാഗം, സൗത്ത് പറയുമ്പോ ഭൂമിയുടെ താഴ്ഭാഗം അല്ലെ. ഇനി നോക്കിയേ, ലെറ്റ് us draw the latitudes. നമുക്ക് ലാറ്റിറ്റ്യൂഡ്സ് എങ്ങനെ വരയ്ക്കാൻ നോക്കുന്നത് എങ്ങനെ നോക്ക്. Take a ball which is not hollow and cut it into two equal halves with the help of a protractor. Can you label the angular distance as shown in the picture? എന്താണ് ഉള്ളു പൊള്ളയല്ലാത്ത ഒരു പന്തിനെ എന്താണ് നെടുകെ ചെയ്തിരിക്കും. ഉള്ളു പൊള്ളയില്ലാത്ത നമ്മളെ മറ്റേ എന്തൊരു ബോൾ ഉണ്ടല്ലേ, നമ്മൾ നെക്കിയ സ്പോഞ്ച് പോലുള്ള ബോള്, അങ്ങനത്തെ ബോൾ എന്താക്കുക, അങ്ങനത്തെ ബോൾ ഉള്ളു പൊള്ളയാകരുത്, ഫുള്ളുള്ള ഒരു ബോൾ അല്ലെ. അങ്ങനത്തെ എന്താണ് ഒരു പന്തിനെ എന്താക്കുക കറക്റ്റ് ആയിട്ട് മുറിക്കുക. ഈ ചിത്രത്തിൽ കാണുന്ന ഒരു മുറിക്കുക. ഒരു പകുതിയിൽ ലഭ്യമാകുന്ന വൃത്തത്തിൽ നമുക്കൊരു കോൺ മാപിനെ ഉപയോഗിച്ച് ചിത്രത്തിൽ കാണുന്നത് പോലെ കോൺ അളവുകൾ രേഖപ്പെടുത്താൻ കഴിയല്ലോ അല്ലെ. ഒരു പകുതിയിൽ എന്താക്കുക നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ എന്താണ് ഈ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് എന്താക്കുക നമുക്ക് കോൺ അളവ് രേഖപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ രേഖപ്പെടുത്തി നോക്കുക കേട്ടോ. പിന്നെ ഇത് നോക്കിയേ, അങ്ങനെ രേഖപ്പെടുത്തുക. ആഫ്റ്റർ മാർക്കിംഗ് ദ angular distance from 0 degree to 90 degree, join the same angular distance by sticking dots along the surface of the ball as shown figure 5.6. Now lines can be drawn instead of dots to join the same angular distance, figure 5.7. Repeat the same procedure on the other half to ball as well. By joining the two halves of the ball, you will get a sphere with a circle marked on them. It is based on these mathematical principles that the imaginary lines of latitudes of drawn on the globe. Okay. എന്താണ് ഇപ്പൊ 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെയുള്ള ഈ ആംഗിളിന്റെ അളവുകൾ രേഖപ്പെടുത്തിയതിനു ശേഷം എന്താക്കുക, ചിത്രത്തിൽ കാണിച്ചിട്ടതുപോലെ പന്തിന്റെ എന്താണ് സർഫസിലൂടെ നിര തെറ്റാതെ കറക്റ്റ് ആയിട്ട് പൊട്ടുകൾ ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് ഓരോ തുല്യ കോണളവുകൾ എന്താണ് തുല്യ കോണളവുകൾ ഉണ്ടല്ലോ, അതായത് ആംഗുലാർ ഡിസ്റ്റൻസ്, സെയിം ആംഗുലാർ ഡിസ്റ്റൻസ് അല്ലെ, സെയിം ആംഗുലാർ ഡിസ്റ്റൻസ് എന്താണ് കോണുകളെ തമ്മിൽ യോജിപ്പിക്കുക. ഇനി ഈ പൊട്ടുകൾക്ക് പകരം എന്താണ് നിങ്ങൾ ഈ ഡോട്ടിന് ലൈൻ വരച്ചു കൊടുക്കുക. ലൈൻ വരച്ചുകൊണ്ട് എന്താക്കുക തുല്യ കോണളവുകളെ യോജിപ്പിക്കുക. ഈ പ്രവർത്തനം തന്നെ പന്തിന്റെ രണ്ടാമത്തെ പകുതിയിലും ആവർത്തിക്കുക. അതിനുശേഷം ഈ പകുതികൾ തമ്മിൽ ചേർത്ത് വെച്ചാൽ ചുറ്റും വൃത്തങ്ങൾ വരച്ച പന്ത് ലഭ്യമാകും. ഈ ഗണിത ശാസ്ത്ര തത്വം അടിസ്ഥാനമാക്കിയാണ് എന്ത് ഗ്ലോബിൽ എന്താണ് ഈ ലാറ്റിറ്റ്യൂഡ്സ് സാങ്കല്പികമായി വരയ്ക്കുന്നത്. അപ്പൊ എന്താ മനസ്സിലായല്ലോ, നിങ്ങളെ ബോൾ വരയ്ക്കുക, എന്നിട്ട് നിങ്ങൾ പ്രൊട്രാക്ടർ എടുത്തിട്ട് നിങ്ങൾ ഈ എന്താണ് ആംഗിൾസ് അടയാളപ്പെടുത്തുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ എന്താക്കുക ഇതിന്റെ പുറത്തായിട്ട് ഈ പൊട്ടുകൾ ഓരോ അടയാളങ്ങൾ അടയാളപ്പെടുത്തുക. എന്നിട്ട് എന്തൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ വരയ്ക്കുക, രണ്ടു ഭാഗത്തുനിന്നും വരയ്ക്കുക. ഓക്കെ. എന്നിട്ട് എന്താക്കുക ഇവിടെ ഒരു എന്താണ് ഒരു എന്താ പറഞ്ഞിരിക്കുന്നത് ഒരു പൊട്ട് രേഖപ്പെടുത്തുക. പന്തിന്റെ ഉപയോഗത്തിൽ നേരെ തെറ്റാതെ പൊട്ടുകൾ ഒട്ടിക്കുക. ഓക്കെ. നേരെ തെറ്റാതെ പൊട്ടുകൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഒട്ടിക്കുക. എന്നിട്ട് നിങ്ങൾ എന്താക്കുക ജോയിൻ ചെയ്യിപ്പിക്കുക. ഓക്കെ. അതേപോലെ ഈ പന്തിന് രണ്ടാമത്തേലും ചെയ്യുക. എന്നിട്ട് എന്താക്കുക
ഇതേപോലെ തന്നെ ഈ അടയാളമൊക്കെ ഇപ്പുറത്തെ ഈ പന്തിലും ഒട്ടിക്കുക ചെയ്യുക. ആംഗിളൊക്കെ വെച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ട് നിങ്ങൾ എന്താക്കുക ഇതിലും ചെയ്യുക. എന്നിട്ട് എന്താക്കുക ഈ ബോൾ രണ്ടും കൂട്ടി യോജിപ്പിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ലാറ്റിറ്റ്യൂഡ്സ് കിട്ടും അല്ലേ? ലാറ്റിറ്റ്യൂഡ്സ് കിട്ടും. ഓക്കെ, അപ്പം ഒബ്സർവ് ദ ഗ്ലോബ്. Observe the globe 5.8. You can see എന്താ കാണാൻ പറ്റും? You can see that the size of the circles decrease with their position away from the center. Haven't you noticed that the number of dots along the latitudes at the same angular distance decreased gradually? The latitudinal line along the middle of the globe is the longest one. This line of latitude is called equator. The angular measurement of the equator is 0 degrees Celsius. 0 degree. Check whether the latitude of 90 degree north and 90 degree south of the equator are circles. These points are known as north and south poles respectively. All the other lines of its latitudes are circles drawn parallel to the equator. Observe figure 5.8 and identify the important lines of latitudes. Okay, എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ ചിത്രത്തിലല്ലേ എന്താണ് ഈ ഗ്ലോബ് ശ്രദ്ധിക്കാനാണല്ലേ ഈ ഫിഗർ 5.8 അല്ലെ ഗ്ലോബിന്റെ ഈ മധ്യഭാഗത്ത് നിന്നും ഇരുഭാഗങ്ങളിലേക്കും വൃത്തങ്ങൾ ചെറുതായി വരയ്ക്കുന്നത് കണ്ടില്ലേ എന്താ ചിത്രങ്ങൾ എന്താണ് സർക്കിൾസ് ആണ് അല്ലെ ചെറുതായി എന്താണ് ചെറുതായി വരുന്നത് കണ്ടില്ലേ ഓരോ എന്താണ് കോണീയ അകലത്തിലുള്ള എന്താണ് ഈ ലാറ്റിറ്റ്യൂഡ്സിനെ യോജിപ്പിക്കുന്നതിനായി പൊട്ടുകൾ ഉപയോഗിച്ചപ്പോൾ വേണ്ട പൊട്ടുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നത് ശ്രദ്ധിച്ചല്ലോ ഗ്ലോബിന്റെ മധ്യഭാഗത്തായിട്ട് കാണുന്ന ഈ ലാറ്റിറ്റ്യൂഡ്സിനാണ് ഏറ്റവും വലിയ വലുപ്പമേറിയത് അല്ലെ ഈ ഗ്ലോബിന്റെ മധ്യഭാഗത്തുള്ളത് ഈ മധ്യഭാഗം എന്ന് പറയുന്നത് ഇതാണ് മിഡിലായിട്ട് അല്ലെ ഈ മിഡിലായിട്ട് വരുന്ന ഇതിനെയാണ് എന്ത് ഏറ്റവും വലിയ വലുപ്പമേറിയത് അല്ലെ ഈ ലാറ്റിറ്റ്യൂഡ്സ് ലൈൻസിനെ നമ്മൾ എന്ത് പറയും ഇക്വേറ്റർ എന്ന് പറയും മനസ്സിലായല്ലോ ഇത് ഇക്വേറ്റർ ആണ് കേട്ടോ ഈ രേഖയുടെ അളവ് എത്രയാ അറിയോ എന്താ ആംഗുലർ അളവ് ആംഗിളിന്റെ വാല്യൂ എത്ര വെച്ചാൽ 0 ഡിഗ്രി ആണ് കേട്ടോ ഈ രേഖക്ക് എത്രയാണ് 90 ഡിഗ്രി എന്താണ് 90 ഡിഗ്രി പറഞ്ഞിരിക്കുന്നതാണ് നോർത്തും 90 ഡിഗ്രി സൗത്തും എന്താണ് 90 ഡിഗ്രി നോർത്തും 90 ഡിഗ്രി സൗത്തുമായി കാണുന്ന ഇത് എന്താണ് കാണുന്ന ഈ ലാറ്റിറ്റ്യൂഡ്സ് സർക്കിൾ ആണോ ഇവ യഥാക്രമം എന്താണ് നോർത്ത് പോളെന്നും സൗത്ത് പോളെന്നും നമ്മൾ അറിയപ്പെടുന്നു മറ്റ് ബാക്കിയുള്ള എല്ലാ ഇതും എന്താണ് ഓൾ അതർ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ആർ സർക്കിൾസ് ആണ് കേട്ടോ എന്താണ് ബാക്കിയുള്ള എല്ലാ ലൈൻസും എന്താണ് ഓൾ അതർ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ആർ സർക്കിൾസ് സർക്കിൾസിന്റെ ലൈൻസുകളൊക്കെ എന്താണ് ലാറ്റിറ്റ്യൂഡ്സിന്റെ ലൈൻസ് ഒക്കെ സർക്കിൾസ് ആണ് കേട്ടോ ഇവ എന്താണ് ഓൾ അതർ ലൈൻസ് സർക്കിൾസ് ഡ്രോൺ പാരലൽ ടു ദ ഇക്വേറ്റർ ഇത് ഈ ഇക്വേറ്ററിന് പാരലൽ ആയി വരച്ചിട്ടുള്ള എന്താണ് സർക്കിൾ ആയിട്ട് കാണുന്നത് മനസ്സിലായല്ലോ വരച്ചിട്ടുള്ള സർക്കിൾ ആയാണ് കാണുന്നത് ഓക്കെ ചിത്രത്തിൽ 5, 8 അടയാളപ്പെടുത്തിയുള്ള പ്രധാന അക്ഷാംശ രേഖകൾ കണ്ടെത്തുക ഈ ലാറ്റിറ്റ്യൂഡ്സ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ഏതൊക്കെയാന്നുള്ളത് കണ്ടെത്തുക ഓക്കെ ഇവിടെയാണ് നോർത്ത് പോൾ അല്ലെ 90 ഡിഗ്രി നോർത്ത് അല്ലെ ഇവിടെ 90 ഡിഗ്രി സൗത്ത് പോൾ അല്ലെ സൗത്ത് പോൾ അല്ലെ പിന്നെ ഇവിടെ ഇതാണ് ഇക്വേറ്റർ 0 ഡിഗ്രിയില് ഇക്വേറ്റർ കേട്ടോ പിന്നെ ഇത് 23.5 ഡിഗ്രി നോർത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇതിന് പറയപ്പെടും ഇതിനെ 23.5 ഡിഗ്രി സൗത്ത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് അറിയപ്പെടും ഓക്കെ പിന്നെ ഇത് 66.5 ഡിഗ്രി സൗത്ത് അന്റാർട്ടിക് സർക്കിൾ ആണ് ഓക്കെ ഇതെന്താണ് 66.5 ഡിഗ്രി നോർത്ത് ആർട്ടിക് സർക്കിൾ ആണ് കേട്ടോ നമുക്കറിയാലോ ഇത് ആർട്ടിക് ആണ് ഇത് അന്റാർട്ടിക്ക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ ഇതാണ് കേട്ടോ ഓക്കെ മനസ്സിലായല്ലോ ഫൈൻഡ് ഔട്ട് ദ ഫോളോയിങ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ഡ്രൈവിംഗ് ദ എർത്ത് ഇൻ ടു 2 ഹെമിസ്ഫിയേഴ്സ് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂമിയെ 2 ഹെമിസ്ഫിയർ ആയിട്ട് അല്ലെ എന്താണ് അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന അക്ഷാംശ രേഖ അല്ലെ എവിടെയാന്ന് കണ്ടെത്തുക പിന്നെന്താ ഹെമിസ്ഫിയർ ടു ദ നോർത്ത് ഓഫ് ദ ഇക്വേറ്റർ എന്താണ് ഈ ഇക്വേറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന ഈ നോർത്ത് ഇക്വേറ്റർ ഹെമിസ്ഫിയർ അല്ലെ ഹെമിസ്ഫിയർ ടു ദ നോർത്ത് ഓഫ് ദി ഇക്വേറ്റർ എന്താണ് ഭൂമധ്യരേഖയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്ന ഹെമിസ്ഫിയർ എവിടെയെന്ന് പറയാ പിന്നെന്താണ് ഹെമിസ്ഫിയർ ടു ദ സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ ഇക്വേറ്ററിന്റെ സൗത്ത് അല്ലെ ഭൂമധ്യരേഖയുടെ തെക്ക് സ്ഥിതി ചെയ്യുന്ന ഹെമിസ്ഫിയർ എവിടെയെന്ന് കണ്ടുപിടിക്കുക പിന്നെന്താണ് ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് അല്ലെ എന്താണ് ഏറ്റവും വലിയ
ലാറ്റിറ്റ്യൂഡ് ഏതാന്ന് കണ്ടുപിടിക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്വേറ്റർ ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ലാറ്റിറ്റ്യൂഡ്സ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആർ കോൾഡ് എന്താണ്? നോർത്ത് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ദോസ് ഇൻ ദ സൗത്തേൺ ഹെമിസ്ഫിയർ ആർ കോൾഡ് സൗത്ത് ലാറ്റിറ്റ്യൂഡ്സ് അല്ലെ? എന്താണ്? ഈ നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ലാറ്റിറ്റ്യൂഡ്സ് നോർത്ത് ലാറ്റിറ്റ്യൂഡ്സ് എന്നും പിന്നെ സൗത്തേൺ ഹെമിസ്ഫിയറിലുള്ളതിന് എന്താണ്? സൗത്തേൺ ഹെമിസ്ഫിയറിലുള്ള ലാറ്റിറ്റ്യൂഡിനെ സൗത്ത് ലാറ്റിറ്റ്യൂഡ്സ് എന്നും പറയുന്നു. എന്താണ് ഇത് പഠിക്കുക? എന്താണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ലാറ്റിറ്റ്യൂഡിനെ നോർത്ത് ലാറ്റിറ്റ്യൂഡ് എന്നും സൗത്തേൺ ഹെമിസ്ഫിയറിലുള്ള ലാറ്റിറ്റ്യൂഡിനെ സൗത്ത് ലാറ്റിറ്റ്യൂഡ് എന്നും പറയുന്നു. ഓക്കെ, അപ്പൊ ടീച്ചർ ഇവിടെ ഈ ഭാഗം ഇവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പൊ ഇനി അടുത്ത ഭാഗം ടീച്ചർ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും, അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് നന്നായി മനസ്സിലാക്കി നന്നായി വായിക്കുക. സ്വയം ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ക്വസ്റ്റ്യന്റെ ആൻസറും ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.